സ്റ്റൈല് ഡ്രസ്സ് പോലെ കൂടെ പിന്നെ ഒരാൾക്കും കൂടെ ആ ഡ്രസ്സ് എൻ്റെ ഓറ അങ്ങ് നല്ല വെതർ. നമ്മുടെ ഫസ്റ്റ് വെട്ടി ഹൈ വെട്ടിയെടുക്കാനുള്ള ജിമ്മിനെ നമ്മൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഓക്കെ കം ഓൺ ജിം ഗേൾ, പിക്ക് ദ പെട്ടി. നമ്മുടെ പെട്ടിക്ക് വെയിറ്റ് ചെയ്യില്ല. ഗുഡ് ഗേൾ. നിന്റെ ഷർട്ട് ഇട്ട സെയിം ഡിസൈനുള്ള ഷർട്ട് ആളെ കണ്ടില്ലല്ലോ. ഞാൻ കണ്ടു, നേരത്തെ സ്പീഡിൽ പോയി. ആണോ? ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഇഷാനിയുടെ ഇതേ ഷർട്ട് വീണ്ടും ഇവിടെ ആൾക്കാർ നടന്നു തുടങ്ങി. ഇഷാനി പറയുന്നു ജന്മ കാലത്ത് ഈ ഷർട്ട് ഇവിടെ പോകുന്നുണ്ട്. ഒരാൾ വന്നത് ഞാനിത് മുന്നേ ഒരു സ്ഥലത്ത് ഇട്ടു. ഞാൻ കുറേ സ്ഥലത്ത് പോയി, ഒരാളെ പോലും കണ്ടില്ല. ഇന്ന് ഞാൻ 3 പേര് ആക്ച്വലി 3 പേര് ഇതേപോലെ ലൈനുള്ള ഷർട്ട് ഇട്ട് ഇറങ്ങി. പക്ഷെ ചെറിയ ലൈനിൻ്റെ കട്ടി വ്യത്യാസമൊക്കെ ഉണ്ട്, എന്നാലും സംഭവം സെയിം ആയിരിക്കും. ഇനി നമുക്ക് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഡ്രസ്സ് മാറ്റി. ഞാൻ അത്യാവശ്യം ഫാഷനബിൾ ഡിസൈനാണെന്ന് വിചാരിച്ചു. ദീപിക പടുക്കോണ്ട് മനസ്സിൽ കണ്ടോ നിൽക്കുന്നതാണ്. ഞാൻ ആര്യപ്പെട്ട് ഇത് തരുന്ന കണ്ടായിരുന്നു. ഫാഷനബിൾ ആയതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ എല്ലാവരും വളരെ ഫാഷനബിൾ ആയപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യണം. ഇപ്പം നമ്മളിരിക്കുന്നത് കൊച്ചിയിലെ ഹോളിഡേ ഇൻ ഹോട്ടലിലാണ്. റൂം ക്ലിയർ അല്ലേ? ക്ലിയറാണ്, ഭയങ്കര ബ്രൈറ്റ്. ഞാൻ ഇപ്പോൾ ചെക്കിനാവും, എനിക്ക് വേഗം ഒരു ലഞ്ച് കഴിക്കും, എന്നിട്ട് പുറത്തു. ഇന്നങ്ങനെ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് ഇറങ്ങി. ആദ്യം അമ്മൂസ്ഥിരം സെൽവാറൊക്കെ എടുക്കുന്ന സുലയിൽ പോയി അവിടെ എൻ്റെയും വിഷയയുടെ മെഷർമെൻറ്റ് കൊടുത്തു. നമുക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ ഭയങ്കര സ്റ്റിച്ച് ചെയ്ത് വാങ്ങി. പണ്ടൊരിക്കൽ ഇതുപോലെ പോയി ചെയ്താൽ ഇത് ഫോളോ അപ്പ് ചെയ്തില്ല. എൻ്റെ ഇവിടെ ഫോറം മോൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ആ മോളിൽ വന്നു. മാർക്സ് ആൻഡ് സ്പെൻസറിൽ കയറി. പണ്ട് നമ്മൾ ഒരുപാടത്ത് മാർക്സ് ആൻഡ് സ്പെൻസർ ഒന്നുമില്ല. പണ്ട് എവിടെയോ പോയപ്പോൾ മാർക്സ് ആൻഡ് സ്പെൻസറിൽ നിന്ന് കിച്ചുവിനെ ഒരു ഷോർട്ട്സ് വാങ്ങി, ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അപ്പോൾ മാർക്സ് ആൻഡ് സ്പെൻസർ ബോർഡ് കണ്ടപ്പോൾ എന്തായാലും ഇവിടെ കയറി കിച്ചുവിന് ഷോർട്ട്സ് വാങ്ങാം. അങ്ങനെ അവിടെ കയറി 2 ഷോർട്ട്സ് വാങ്ങി. പിന്നെ അന്നേരം ചില്ലറ കിച്ചുവിൻ്റെ ഷർട്ട്, അശ്വിൻ്റെ എല്ലാം, ഡാഡിക്ക് ഒരു ടീഷർട്ട്, ഹൻസൂനും അമ്മൂനും വിശാലിന് ഓസ്പിയോട് നൈറ്റ് വെയർ, അമ്മൂനും വിശാലിക്കത് അവരവർ തന്നെ പർച്ചേസ്. ഇവിടെ നിൽക്കുക. എനിക്ക് വിശക്കുന്നു. ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചു വന്നിട്ടും വിശക്കുന്നു. വരുന്നുണ്ടോ 2 പേരും? വരുന്നു. അവരെ ഇപ്പോൾ കാണാൻ വളരെ സിമിലർ. മൂക്കിലോട്ട് ചെയ്യണം. അല്ല, അത് ജസ്റ്റ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ഫുള്ളൊന്നും എല്ലാം ഒരേ ഈവൻ ടോൺ പോലെ ആകും. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഇട്ട പോലെ. നൈക്കയിൽ പോയിട്ട് റാപ്പപ്പിൻ്റെ ലിപ്സ്റ്റിക് വാങ്ങിച്ചു. ഞാൻ ലാസ്റ്റ് എപ്പോഴും ട്രിവാൻഡ്രത്ത് ഒരെണ്ണം വാങ്ങിയപ്പോൾ അത് മിസ്സായിപ്പോയി. അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ അത് എൻ്റെ കണ്ണിൽ പെട്ടില്ല, എങ്ങോട്ടോ പോയി. അങ്ങനെ ഇന്നൊരെണ്ണം വാങ്ങി. പിന്നെ ഇവിടെ ഈ അണ്ടർ ആർമർ എന്ന് പറഞ്ഞിട്ട് സ്പോർട്സ് സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു കടയിൽ വന്നു.
ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ ജിമ്മിലൊക്കെ പോയി മെലിഞ്ഞാൽ മാത്രമേ ഞാൻ നല്ല പ്രോഡക്റ്റ്സ് വാങ്ങിക്കുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരുപാടൊന്നും ഉണ്ട് ഈ ഷോപ്പ്. എന്നാൽ ഇവിടെ വന്നപ്പോൾ കൊതിക്ക് ഐറ്റം വാങ്ങിച്ചു. ഈശാനി അവിടെ വേറെ എന്തോ വാങ്ങിയിട്ട് എനിക്ക് നൈക്ക ഷോപ്പിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ പിള്ളേർ എനിക്ക് സാമ്പിളായിട്ട് ഒരു കമ്പനിയുടെ മാക്കിൻ്റെ ഒരു മുഖത്തേക്ക് ഷൈൻ ഗ്ലോ വരുന്നതൊക്കെ പോലത്തെ ഒരു ക്രീം തന്നു. ഞാൻ അതിട്ട് എൻ്റെ മുഖത്ത് ഷൈൻ വല്ലതും ഉണ്ടോ? എനിക്ക് അണ്ടർ ഐ ക്രീമാണ് ബോബി ബ്രൗണിൻ്റെ, കൊള്ളാൻ തോന്നുന്നു. തേങ്ങാപ്പാലിൻ്റെ ചുവ അല്ലെങ്കിൽ ആരെങ്കിലും തേങ്ങയുടെ ഒക്കെ വല്ലതും പറയും. ഒറിജിനൽ സോ ഗുഡ്. തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാനാണ്. ടെൻഡോ കോക്കനട്ട് ഐസ്ക്രീം എനിക്കത് ഇഷ്ടമാണ്. ഇതാ ചെസ്നട്ട് തന്നെയാണ് ആണ്, ബട്ട് ഇത് റോസ് ഫ്ലേവറിലൊക്കെ സോക്ക് ചെയ്തിട്ടുണ്ട്. ആണ് ഒരു റോസ് വാട്ടറിൻ്റെ ഒരു അല്ലേ? ബാക്കിൽ ഇതിൻ്റെ ബാക്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ ഇത് ക്രോസ് ചെയ്ത് ഇവിടെ അല്ലായിരുന്നല്ലേ? Feeling sleepy, but happy to go back home. ഹൻസുവിൻ്റെ കൂടെ എത്നിക് ലീസിലൊക്കെ പോയിട്ട് വരണ വഴി ഓസി എന്നെ വിളിച്ച് പറഞ്ഞു ട്രിവാൻഡ്രത്തിൻ്റെ ഗ്രിൽ എന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നല്ല അടിപൊളി ഷവർമ കിട്ടും. എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷവർമ അവിടെ കിട്ടുന്നത്. കുറേ നാളായി കേട്ടോ ഇങ്ങോട്ട് വന്നിട്ട്. അവിടെ നല്ല പയ്യൻ നിൽപ്പുണ്ട്, ആസാമീസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് നല്ല മലയാളമൊക്കെ പറയും. പണ്ടവന് മലയാളം അറിയത്തില്ലായിരുന്നു, അപ്പോൾ മലയാളം നന്നായിട്ട് പറയും. അപ്പം ഞാൻ നമ്പർ വിളിച്ച് പറയും ഓർഡർ ചെയ്തു. എല്ലാവർക്കും ആയിട്ട് ഒരു ഷവർമ ഓർഡർ ചെയ്തു. വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കുറേ നാളായി ഞാൻ ഷവർമ വെച്ചിട്ട്. ഇടയ്ക്കൊക്കെ പിള്ളേർ ഷവർമ ഓർഡർ ചെയ്യുമ്പോൾ വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഞാൻ വേണ്ടാന്ന് പറയും. ഇന്ന് എനിക്കിവിടെ വന്നപ്പോൾ ഷവർമ കഴിക്കാൻ ഒരു കൊതി, അതിന് എനിക്ക് ഒരെണ്ണം ഓർഡർ ചെയ്യും. കുറേ നാളായി. പണ്ടൊക്കെ സ്ഥിരം ഞാനിവിടെ ഈ ഗ്രില്ലിൽ വന്ന് വാങ്ങിക്കുമായിരുന്നു. പണ്ട് ഇവർക്ക് ട്യൂഷനൊക്കെ ഉള്ളപ്പോൾ അവിടെ ഒരു
കുറച്ച് കൊടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഭാഗത്ത് പ്രിയ ടീച്ചർ ട്യൂഷൻ ഫിസിക്സ് കെമിസ്ട്രി. ഓസിയും അവിടെ പോയിട്ടുണ്ട്, ഇഷാനി ഹൻസും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ട്യൂഷനൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ ഒരു റോഡിൽ കുറച്ച് അധികം കിടന്ന് കറങ്ങും. അപ്പോൾ മിക്കപ്പോഴും ഇവിടെ നിന്ന് ഒരു ഷവർമയൊക്കെ ഇടയ്ക്ക് അവർക്ക് വാങ്ങി കൊടുക്കുമായിരുന്നു. കുറച്ച് അപ്പുറത്തോട്ട് സാൽവേഡായെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫ്രണ്ടിൻ്റെ കടയാണ്, ഷഹീദ ഖാദർ അവരുടെ കടയാണ്. ഇടയ്ക്ക് അവിടെ നിന്ന് വാങ്ങിക്കും. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ടേസ്റ്റുകൾ. അവിടെ ഞാൻ കൂടുതലും ഫ്രൈഡ് റൈസ്, അവിടെ ഞാൻ സ്ഥിരം വാങ്ങിക്കുന്നത് വീറ്റ് പൊറോട്ട ആൻഡ് കടായി വെജിറ്റബിൾ എൻ്റെ ഫേവററ്റ് അവിടെ കിട്ടുന്നത്. ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. ഒരുപാട് നാളായി അവിടെ നിന്ന് വാങ്ങിച്ചത്. അയ്യോ അമ്മുണ്ട് ഒരു കോൾ എടുത്തോട്ടെ. അമ്മു ഗേറ്റ് തുറക്കാൻ പറയാനാണ് വിളിച്ചത്. ഞാൻ വീട്ടിലായിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പുറത്താണ്. ഇനി ഇവിടെ വേറെ ഇഷാനി എന്തെങ്കിലും വിളിച്ച് പറയണം. ഇച്ച് പറയും നമുക്ക് മറ്റേ റിമോട്ട് കൺട്രോൾ ഗേറ്റ് വെച്ചാലോ. പക്ഷെ അതിനുള്ള ഒരു സൗകര്യമൊന്നും നമ്മുടെ ആ ഗേറ്റിൻ്റെ ആ പൊസിഷനിലില്ല. നമ്മളൊരു പാവപ്പെട്ട പഴയ ഗേറ്റ്, അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അവിടെ ഓപ്പോസിറ്റാണ് ശ്രീകൃഷ്ണ. നല്ലതാവട്ടെ ലഡു കാര്യങ്ങൾ. കുറേ നാളായി ഞാനിവിടെ ഇങ്ങനെ റോഡിലൊക്കെ വെറുതെ വായി നോക്കി നിന്നിട്ട്. പ്ലീസ് നൈറ്റ് ഫ്രോം കുറേ നേരം കാറിനുള്ളിൽ ഇരുന്നങ്ങ് തണുത്ത് പോയി. ഇവിടെ വെളിയിൽ ഇറങ്ങി നിന്നപ്പോൾ നല്ല ചിക്കൻ. ഇവിടെയാണ് ചിക്കൻ. പണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഫേവററ്റാണ് ഇവിടെ വന്ന് കഴിക്കാൻ. ഇപ്പം അങ്ങനെ വന്ന് കഴിക്കാനുള്ള ക്രേസ് ഒന്നും. ആലപ്പുഴ വേണമെങ്കിൽ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യും. പണ്ട് അമ്മുവൊക്കെ സ്കൂളിൽ 11th 12th ഒക്കെ ആയ ആ സീസണിലാണ് ചിക്കൻ തുടങ്ങുന്നത്. അന്നൊരു ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ടൊക്കെ ഇവിടെ വരുമായിരുന്നു. പണ്ട് ഇഷാനിക്കും അവിടെയൊക്കെ ഇവിടെ ട്യൂഷനുള്ള സമയത്ത് അവരുടെ ഒരു ഫ്രണ്ട്സുമായിട്ടുള്ളൊരു ഹാങ് ഔട്ട് സ്പോട്ടായിരുന്നു ചിക്കിങ്. അല്ലെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് ഡോമിനോസ്. ഈ വെള്ളയമ്പലം ശാസ്ത്രമംഗലം ഈ റോഡ് വളരെ അധികം ഹാപ്പനിങ് ആയിട്ടുള്ള റോഡാണ്. ഒത്തിരി ഈറ്റ് ഔട്ട്സ് ഉള്ള സ്ഥലമാണ്. പിന്നെ ഇതെന്തപ്പം ഇവിടെ ഒരു ജ്യൂസ് കടയായിരുന്നു. പിന്നെ ഗ്രില്ലുണ്ട്, ഡോമിനോസ് ഉണ്ട്, പിന്നെ ബാസ്കിൻ റോബിനുണ്ട്. പിന്നെ അവിടെയൊക്കെ വേറെ പുതിയ പുതിയ കടകൾ വന്നിട്ടുണ്ട്. ഈ സ്ട്രെച്ചിൽ ഒത്തിരി ഉണ്ട്. ലോഡ് ഓഫ് ഷോപ്സ്. അതെ, വെജിറ്റേറിയൻ. അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, ഐശ്വര്യ. ഇടയ്ക്ക് കിച്ചൂന് അവിടെ നിന്ന് കിച്ചൂൻ അങ്ങനെയൊക്കെ വട കഴിക്കാൻ കൊതിയാകുമ്പോഴത്തേക്ക് അവിടെ പോയി വട വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതാണ്. സോ ദാറ്റ് ഇസ് മീ. ഷവർമ വാങ്ങാൻ കാത്ത് വെള്ളയമ്പലം റോഡിൽ ഇങ്ങനെ വെറുതെ റോഡിൽ വായി നോക്കി നിൽക്കുമ്പോൾ ടോക്കിംഗ് വിത്ത് യു ഓൾ. ഓക്കെ, അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ 1-2 ദിവസം കൂടെയൊക്കെ എടുക്കണം. കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു വ്ളോഗാക്കാം. ഓക്കെ, താങ്ക് യു. ഇതാണ് ഞാൻ പറഞ്ഞ പയ്യൻ. രാത്രി സമയം 12:30 ആകാറായി. മിഡ് നൈറ്റ്. ഓമി ഉറങ്ങി. അങ്ങനെ ഓസി കുറച്ച് എക്സ്ക്ലൂസീവ് ജ്വല്ലറി ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് രാത്രി. ആസ് യൂഷ്വൽ കിച്ചണിൽ വെച്ചിട്ട്. ഭയങ്കര ഭംഗിയുള്ളൊരു പീസാണിത്. അങ്ങനെ ഓസി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഓസിയുടെ മറ്റേ വളകാപ്പോ അതിന് മുന്നേ ഉള്ള പ്രോഗ്രാം, 5th month പ്രോഗ്രാമിന് ഇട്ടൊരു പ്യോർ ഗോൾഡ് ജ്വല്ലറി ഉണ്ട് ഈ ഗൂട്ടപ്പുസ്ലു മോഡലില്. അതിൻ്റെ തന്നെ ഓബൈ ഓസിയുടെ സ്റ്റഫാണിത്. സി ഇറ്റ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഞാൻ ഓസിയോട് പറയുന്നത് നമുക്കൊരു പീസ് എടുക്കാമെന്ന്. വെരി പ്രിട്ടി. രാത്രി ഉറക്കം വരാതിരിക്കാൻ ഓസി പറയാണ്ട് കോഫി ഒരെണ്ണം ഓസിയും കുടിച്ചു, ഒരെണ്ണം അശ്വിനും കുടിച്ചു. ഓസി പറയാം കോഫി കുടിച്ചാൽ പിന്നെ കുറേ നേരത്തേക്ക് ഉറക്കം വരട്ടാണ്. ഗോൾഡ് പോലെ ചെയ്യണം. ഓസി കൊള്ളാം. ഓസി കൊള്ളാം കേട്ടോ. ഇതൊക്കെ ഓണത്തിന് കിട്ടാൻ പക്ക ഗോൾഡാ. ഇത് കൊള്ളാം ഓസി. ഇതിന് കുറച്ചുകൂടെ വലുത് കിട്ടുമോ? വലുത് നോക്കണം, പറഞ്ഞാൽ അവർ ചെയ്തു തരും മാനുഫാക്ചറർ. ഇത് കൊള്ളാം. ഹൻസൂന് നല്ലതായിരിക്കും അല്ലേ? ഓണത്തിന് പറ്റിയ സാധനം. കമ്മലുണ്ടോ? അത് മറ്റേ ഇങ്ങനത്തെ കുട്ടി ഹാങ്ങിങ് കൊണ്ട് കൊടുത്ത കമ്മൽ, കുഞ്ഞു കമ്മൽ. കട്ടല്ല. സ്വർണം പോലെ ഇരിക്കുന്നല്ലേ? ഇത് കൊള്ളാം. ഐ മീൻ ഇവന്മാർ ഈ സ്വർണത്തിന് വില കൂടിയ ഗ്യാപ്പില്ലേ ഇവരുടെ ഈ പണി അങ്ങ് പെർഫെക്റ്റ് ആക്കി.
യെസ്, ഇറ്റ്സ് വെരി പ്രിറ്റി. ഐ നോ. ഇതൊക്കെ എന്ത് റേഞ്ച് ആയിരിക്കും? ഇതെല്ലാം ഒരു 1899 കൊടുത്ത്, ലൈക്ക് ഒന്നും 2000 മുകളിലല്ല, അതിനൊക്കെ താഴെ. സത്യം പറഞ്ഞാൽ ഇന്നാളും ഏതോ വീഡിയോയിൽ പറഞ്ഞു പാലക്കയുടെ ജ്വല്ലറിയില്ലേ, ഇപ്പം നമ്മൾ സ്വർണ്ണക്കടയിൽ പോയിട്ട് ഒരു പാലക്കയുടെ മാല എടുത്ത് കാണിക്കൂ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നതിനൊന്നും ഈ ബ്യൂട്ടി ഇല്ല. ഈവൻ ആ പച്ച കളർ വരെ ഇപ്പോൾ സ്വർണ്ണത്തിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ഇതായിരിക്കും. ആ സ്വർണ്ണത്തിന് വില കൂടിയതുകൊണ്ട് അവർ എല്ലാം വളരെ ഫ്ലിംസി ആക്കി. ആൻഡ് പാലക്ക മോഡൊക്കെ പല ഗോൾഡിന്റെ കടകളിലും ഈ ആന്റിക് ഫിനിഷിൽ കിട്ടത്തില്ല. മഞ്ഞ കളറിലിരിക്കും. ആ ടൈപ്പ് ഗോൾഡ് ഇപ്പൊ എനിക്ക് തോന്നുന്നു 10 പേരിൽ ഒരാളെ ഇടാൻ പ്രിഫർ ചെയ്യത്തുള്ളൂ. ആർക്കും ഇഷ്ടമല്ല. എവ്രിബഡി വാണ്ട്സ് ആന്റിക് കൈൻഡ് ഓഫ് ഷെയ്ഡ്. കാരണം അതാണ് നമ്മുടെ സ്കിൻ കളറിനെ കുറച്ചിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നത്. ആ എക്സ്ട്രീം പ്ലച്ച് പോലിരിക്കുന്ന ഗോൾഡ് ഇട്ടാൽ നമുക്ക് ഉള്ളൊരു കളറും കൂടെ നമ്മളങ്ങ് ഡിമ്മാകും, നമ്മുടെ ബ്രൈറ്റ്നെസ് ഫുൾ അങ്ങ് പോകും. ആ മാല ആയിരിക്കും ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ ആന്റിക് ഇടുമ്പോൾ നമ്മൾ ഉള്ളതിനേക്കാൾ നമ്മൾ ബ്രൈറ്റ് ആയിട്ടിരിക്കും. ഇതിന്റെ ഒരു വലുത് എനിക്ക് ഒപ്പിച്ചു തരാം. ഞാൻ ചോദിക്കാം ഫോട്ടോ എടുത്ത് ചോദിക്കണം. കൊള്ളാം കേട്ടോ, എനിക്ക് ഇതിന്റെ ഒരു വലുത് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടുമ്പോൾ കമ്മലിച്ചിട്ട് കൂടെ വലുത് വേണം. അത് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് ലോൺ ഒപ്പിക്കാൻ പറ്റും. ഞാൻ ചോദിച്ചു നോക്കാം. ഇത് കൊള്ളാം. ചെറുത് ഇതൊക്കെ നെക്ലേസ് ആയിട്ട് ഇടാൻ കൊള്ളാം അല്ലേ? അപ്പൊ ഇതിന്റെ കൂടെ ആക്ച്വലി നമ്മൾ ഗോൾഡ് ചെയിൻ അറ്റാച്ച് ചെയ്തായിരിക്കും ബെറ്റർ അല്ലേ, റാദർ ദാൻ ത്രെഡ്. നമുക്ക് ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിനകത്ത് അഡീഷണൽ ആഡ് ഓൺ പോലെ ക്ലോ ഹുക്ക് ഗോൾഡ് ചെയിൻ ഉണ്ട്. 150 രൂപയാണ്. അത് റീയൂസബിൾ ആണ്. അതായത് അത് ഒരു മാലില്ല, അത് ഇഷ്ടമുള്ള മാലിൽ ഊര ഇടാം. നമ്മുടെയൊക്കെ ഈ ചെയിനിലൊക്കെ വരുന്ന പോലത്തെ ഈസി സാധനമില്ലേ, നല്ല ഹുക്ക്, ആ ടൈപ്പ്. അത് റീയൂസബിൾ ആണ്. 150 രൂപയാണ് ഒരു പീസ്. അത് നമ്മുടെ വെബ്സൈറ്റിനകത്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ ആൾക്കാരും ഏത് മാല വാങ്ങിച്ചാലും ആ സാധനം ആഡ് ഓൺ ചെയ്യും. അപ്പൊ അവർക്ക് നമ്മൾ ആ ചെയിൻ ആഡ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ത്രെഡ് അവർക്ക് വേണ്ടെങ്കിൽ നമുക്കൊരു 10 മാലകളുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരെണ്ണം അത് ഉരിയാ ഇടുക, അത്രേ ഉള്ളൂ. വെരി ഈസി. അങ്ങനെ ഒരുവിധം എല്ലാവരും ആ ചെയിനാണ് വാങ്ങിക്കുന്നത്. ബിക്കോസ് നോബഡി വാണ്ട്സ് ത്രെഡ് നമ്മൾ പൈസ മേടിക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനമാണ്. ത്രെഡ് നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഊരിയൊക്കെ വരും. പലർക്കും ഇഷ്ടമല്ല. ചെയിൻ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മാലയ്ക്ക് ഒരു എക്സ്പെൻസീവ് ലുക്കിലോട്ട് കയറും. ഇത് കൊള്ളാം കേട്ടോ, ഇത് പൊളിച്ചു. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാനിത് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇപ്പോഴാണ് ഇതിന്റെ ഫോട്ടോ എടുക്കുന്നത്. ഞാൻ ഓർഡർ കൊടുത്തപ്പോൾ ഇത്രയും ഭംഗിയാന്ന് വിചാരിച്ചില്ല. നേരിട്ട് കണ്ടപ്പോൾ കുറച്ച് ഭംഗി. നേരത്തെ കണ്ടതിന് ചെറുതല്ലേ, പേള് വരുന്ന പോലത്തെ ജുംക്ക. പണ്ട് ഭരതനാട്യത്തിനിട്ടില്ലേ? പക്ഷെ അതിൽ AD സ്റ്റോൺസ് ഒക്കെ ഉണ്ട്. കൊള്ളാം. മറ്റേ ഇത് ദൈവത്തിന്റെ ഇതൊന്നുമില്ല. അപ്പൊ ആർക്ക് വേണമെങ്കിലും മേടിക്കാൻ പറ്റുന്നത്. ഡിസൈനേ ഉള്ളൂ. അത് കൊള്ളാം. പിന്നെ ഡയമണ്ടിലേക്ക് ചില സ്റ്റേറ്റ്മെന്റ് നെക്ലസുകൾ പോലെ ഇരിക്കുന്ന പോലത്തെ ഗോൾഡിൽ ഡയമണ്ട് വരുന്ന പോലത്തെ ഈ ടൈപ്പൊക്കെ നമ്മുടെ ഡിസൈനർ സാധനങ്ങൾ നമ്മൾ ഡിസൈനർ പോലെ കാണത്തില്ലേ, ആ ടൈപ്പ്. ഇങ്ങനത്തെ കുറച്ച് അധികം സ്റ്റോക്കുകൾ എടുക്കത്തില്ല, കുറച്ചേ എടുക്കത്തുള്ളൂ. അതൊക്കെ എന്ത് റേഞ്ചാ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ 1899 എല്ലാം ബിലോ 2000 കാണിക്കുന്ന, എല്ലാം ബിലോ 2000. പക്ഷെ പച്ച കുറച്ച് എക്സ്പെൻസീവ് അല്ലേ ഫസ്റ്റ്? ആ പ്ലേറ്റ് അത് എക്സ്പെൻസീവ്. അത് മറ്റേ ലൂക്സ് ബൈ ഓസി കാറ്റഗറിയിൽ വരുന്നതാണ്. അതെല്ലാം ഒരു 6000 7000 രൂപ. ഇത് ഹെയർ ക്ലിപ്പ്. ഓസി എനിക്കിതാണ് വേണം, പക്ഷെ നമ്മുടെ മുടി കയറത്തില്ലല്ലോ. എന്റെ മൊത്തം തിൻ ഹെയറിലൊക്കെ കയറും. ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടില്ലേ? നേരെ ഇപ്പൊ നമ്മള് പട്ടുസാരിയൊക്കെ കൊടുക്കുമ്പോ ഇങ്ങനത്തെ കുറച്ച് വലുത് കിട്ടുമോ? കുറച്ച് വലുത് കിട്ടും. ഇപ്പൊ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇത് ബാക്കിൽ വെക്കുമില്ലേ, ഇങ്ങനെ വരുമ്പോ നല്ല രസമാണ് ബാക്കിൽ. ആന്റിക് ഗോൾഡ് ജ്വല്ലറി ഒക്കെ ഇടുമ്പോ ഇത് ഒരു പെയർ പോലെ ഇരിക്കും അതിന്റെ കൂടെ. ഇതിന്റെ ഒക്കെ കൂടെ നമ്മൾ ഇടുന്നെങ്കിൽ ഇതിന്റെ ഒരു പെയർ പോലെ ഇരിക്കും. കണ്ടോ, അത് കൊള്ളാം കേട്ടോ. പക്ഷെ നല്ല ഫിനിഷ് കേട്ടോ. ശരിക്കും പറയാ ഒരു പ്യോർ ഗോൾഡിന്റെ അതേ ഫീൽ ഉണ്ട്. കുറച്ച് മറ്റേ സ്റ്റോൺസ് ഒക്കെ വരുന്ന പോലത്തെയാണ് ഇത്. കൊള്ളാം കേട്ടോ. ഇച്ചിരി വലുത് വാങ്ങിത്ത എന്റെ മുടി. അല്ല, ഞാൻ ഇത് പലത് നമ്മുടെ ചെറുതാണ് ആൾക്കാർ മേടിക്കുന്നത്. ബിക്കോസ് ലോട്ട് ഓഫ് ഗേൾസ് വലുതൊന്നും ആഡംബരം ഇഷ്ടമല്ല. ഇപ്പൊ ഐ ആം സംബഡി ഹു ഡസന്റ് ലൈക്ക് ബിഗ് തിങ്സ്. ചെറുതാണ് ഐറ്റം ഇത്ര പക്ഷെ ക്ലിപ്പ് ഇച്ചിരി വലുതാവണം. ഇച്ചിരി കൂടെ. ഈ സാധനമൊക്കെ മറ്റേ നോൺ ഐഡലാണ്, ഫുൾ പീക്കോക്ക് ആണ്. ദൈവത്തിന്റെ ഇതൊന്നുമില്ല. ഇതില് ദൈവമുണ്ട്, ഇത് ദൈവമുള്ളത്.
ഓക്കെ ഓക്കെ. അപ്പൊ ദൈവം ഉണ്ടെങ്കിൽ കുറച്ച് പേരൊക്കെ വാങ്ങത്തില്ലല്ലേ? ഇല്ല, നമുക്ക് പക്ഷെ കൂടുതലും മേടിക്കുന്നത് ഇതുപോലെ മറ്റേ ഹിന്ദു വെഡിങ്സിനുള്ളവരാണ് കൂടുതൽ നമ്മുടെ ഇത് മേടിക്കുന്നത്. കാരണം നമ്മുടെ മെജോറിറ്റി ഓഫ് ഐറ്റംസ് ഹിന്ദു ഐഡൽസ് ഉള്ളതാണ്. പക്ഷെ നമുക്ക് ഈ പാലക്ക, പിന്നെ ഇങ്ങനത്തെ ഹെയർ ക്ലിപ്പ്, ഇതൊക്കെ ഒരു റിലീജിയന്റെ ഒരു മറ്റേ ഐഡൽസ് ഒന്നും ഇല്ലാത്തതാണ് എല്ലാവർക്കും ഇഷ്ടം. ബിക്കോസ് അത് ആർക്ക് വേണമെങ്കിലും മേടിക്കാം. കാരണം എൻ്റെ അടുത്ത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നത് ഞാൻ മുസ്ലിമാണ്, എനിക്കിത് ഇടാൻ പറ്റില്ല, ഞാൻ ക്രിസ്ത്യനാണ്, എനിക്കിത് ഇടാൻ പറ്റില്ല, അങ്ങനെ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് പേഴ്സണൽ DMs. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഐഡൽസ് ഒന്നും ഇല്ലാത്ത ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് ഐഡൽസ് ഒന്നും ഇല്ലാത്ത. കാരണം നോൺ ഐഡൽ എന്ന് വെറുതെ സെർച്ചിന്റെ അവിടെ അടിച്ചാൽ തന്നെ നോൺ ഐഡൽ എന്നുള്ള എല്ലാ കാറ്റഗറിയും കയറി വരും. ഐഡൽസ് ഒന്നും ഇല്ലാത്ത നമുക്ക്. കാരണം നോൺ ഐഡലും ഒരുപാട് ഡിസൈൻസ് ഉണ്ട്, ഒത്തിരി. പക്ഷെ അത് പലർക്കും അറിയില്ല, പോയി ചെക്ക് ചെയ്യാൻ. അപ്പൊ അങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കും. ഇത് ഫാൻസിക്കൊക്കെ ഇടുന്ന പോലത്തെ ചോക്കർ, പേസ്റ്റൽ ബീഡ്, ചോക്കർ കൊള്ളാം. അപ്പൊ നൈറ്റ് ഡ്രസ്സിന് ചേരുന്നുണ്ട്. അതെ, ഭയങ്കര. ഇതൊക്കെ ആക്ച്വലി ഈ ടൈപ്പ് ചോക്കേഴ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് തിൻ നെക്ക് ഉള്ളവർക്കാണ് ചേരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. സത്യം പറഞ്ഞ ഇപ്പൊ ഒന്ന് കുറയ്ക്കേണ്ടതിരിക്കുന്നു. ഓസിക്ക് പണ്ട് ഭയങ്കര തിന്നൊക്കെയായിരുന്നു. എനിക്ക് നല്ല തിന്നൊക്കെ. ഇതൊക്കെ ഇപ്പൊ കറക്റ്റ് പറഞ്ഞ ഹൻസികൊക്കെ കറക്റ്റ്. ഹൻസിക്ക് ഇഷാനിക്കും കറക്റ്റ് ആയിരിക്കും. പിന്നെ ഇതെല്ലാം മറ്റേ ബിലോ 1000 വരെ പോലത്തെ പാലക്കയൊക്കെ. ഇതിന്റെ ഗ്രീൻ നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്തു. റെഡ് ഇപ്പോഴാണ് സ്റ്റോക്ക് വന്നത്. കുറച്ച് റേറ്റ് കുറയും. അതിന് കളർ കുറച്ച് വ്യത്യാസമായിരിക്കും അല്ലേ? മാറ്റ് ഫിനിഷ് ആയിരിക്കും. ഓണം ടൈമിൽ ഇടാൻ കൊള്ളാം കേട്ടോ. കോളേജിലൊക്കെ ഇടാൻ പറ്റിയ സാധനം. ഈ ടൈപ്പാണ് സത്യം പിന്നെ കുറേ പേര് വാങ്ങിക്കുന്നത്. ഇത് കൊള്ളാം, ഒരു വെറൈറ്റി ഉണ്ട്. ഒരു വെറൈറ്റി സാധനങ്ങളാണ് ഈ ടൈപ്പ് ഡിസൈൻസ് ഒക്കെ. അത് ഇങ്ങനത്തെ ഒത്തിരി നമുക്ക് ബിലോ 1000 ഉണ്ട്, ഒത്തിരി. അതേ കമ്മല് കൊള്ളാവോ? കമ്മല കുഞ്ഞു കമ്മല, കുട്ടി കമ്മല. അതിന്റെ ഫോട്ടോ എടുക്കണ്ടേ? എടുക്കണം. അതിന് വേണ്ടി തന്നെ ഞാൻ പോസ്റ്റ് എടുത്ത് വെച്ചോണ്ടിരിക്കുന്നു. പിന്നെ ഇങ്ങനെ വന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാധനമാണ് കോറൽ ബീഡ്സ്. അത് ഇപ്പോഴത്തെ ഗോൾഡ് കടകളിലും ഉണ്ട് ഈ കോറൽ ബീഡ്സ്. കുറേ പേര് വാങ്ങിക്കുന്നുണ്ട് ഈ കോറൽ ബീഡ്സ്. ട്രെൻഡ് ഫോർ ഇറ്റ് കോറൽ. അത് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഒരുപാട് പോകുന്നത് കോറൽ ബീഡ്സ് ആണ്. ഇത് ഒറിജിനൽ കോറലാണോ? അതെനിക്കറിയത്തില്ല. കോറലാണ് ഈ ഓറഞ്ച് കളർ മുത്ത്. അത് ഒറിജിനൽ ഗോൾഡ് കടയിലൊക്കെ ആയിരിക്കും ഒറിജിനൽ കോറൽ ബീഡ്സ്. അതിന്റെ റെപ്ലിക്ക. കാരണം ഒറിജിനൽ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാം. കോറലിന് അങ്ങനെ വലിയ വിലയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം റീസെയിലൊന്നും 10 പൈസയും കിട്ടത്തില്ല. വാങ്ങുമ്പോ ഇച്ചിരി. ഇത് 2500. ഇത് കൊള്ളാം കേട്ടോ, ഒരു വെറൈറ്റി ഉണ്ട്. നല്ലല്ലേ? ഹാഫ് സാരി, പട്ടുപാവാട, അതിന്റെ ഒക്കെ കൂടെ നല്ലതായിരിക്കും ഇത്. കുറേ പേർക്ക് ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് പറഞ്ഞില്ലേ. ഞാൻ കാണിച്ച് ഇവിടെ മറ്റേ ഗംഗയെ പോലെ ആയിപ്പോവും. അടിക്കേണ്ടി വരും. സഹായിക്കണം. ഞാൻ ഉറക്കമില്ലാതെ 1-2 പേരൂടെ നടക്കുന്നുണ്ട്. അവരെ കൊണ്ട് വിടട്ടെ, നിന്റെ സിസ്റ്റേഴ്സ്. ഇഷാനി ചേച്ചിയെ സഹായിച്ചൂടെ? ഇപ്പൊ വരും. എന്താണ്? ഇപ്പൊ ശരിയാക്കി തരാം. ബൈ. രാവിലെ കിച്ചു ബേബി ആയിട്ട് പോവാ മേലോട്ട്. ഓക്കെ ബൈ. ചിക്കൻ കറി വയ്ക്കാൻ നമുക്കൊരു സഹായി വന്നിട്ടുണ്ട്. ഈ ആസ്മി ആദ്യം തൊട്ട് സ്ക്രാച്ച് തൊട്ടാണോ ആക്കുന്നത്? എനിക്കൊന്ന് കാണണം. ഉള്ളി നല്ല സോട്ട് ചെയ്യുക. നല്ല ട്രാൻസ്പെറന്റ് ആണ് വരെ സോട്ട് பண்ணுங்க. യെസ്, ആമാ. ഉള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എത്ര ഇട്ടാലും നമ്മൾ സോട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചേ ആകത്തുള്ളൂ. അതെ, നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അത്രത്തോളം ഉള്ളി ചേർക്കുക. അതൊക്കെ അറിയാല്ലേ? സൺഡേ സമയം ആക്ച്വലി ഞങ്ങളുടെ വീട്ടിലെ ഈ ചിക്കനും ബീഫൊന്നും ഇത്ര ഓഫൺ ആക്കത്തില്ലായിരുന്നു. ഈ അശ്വിൻ അത് ഭയങ്കര ഇഷ്ടമാണ്, റിക്വസ്റ്റ് ചെയ്തത്. അശ്വിൻ മീൻ കഴിക്കത്തില്ല.
അപ്പം നമ്മളെന്തെങ്കിലും സ്പെഷ്യൽ മീനൊക്കെ വെക്കുന്ന ദിവസം നമുക്കിവിടെ അത് ഭയങ്കര ഒരു ആഘോഷമാണ്. പക്ഷെ പാവമാണ്, ഇവന് ഫുഡില്ലല്ലോ. ഇവന് നമ്മൾ മുട്ട പൊരിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ചിക്കനും ബീഫും നമ്മളിവിടെ ആക്കുന്നത്. അതെവിടെ ഊട്ടിയിരിക്കുമോ? അല്ലേ ഭാഗ്യം, ഞാൻ കറക്റ്റ് പെണിച്ചേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് ഉള്ളി വയറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് എപ്പോഴും നോൺ വെജ് ഉണ്ടാക്കാൻ നേരത്ത് ഫസ്റ്റ് ലോട്ടേ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ആഗ്രഹം, ഭയങ്കര ആഗ്രഹം. അതെ, എല്ലാ റെസിപ്പിയും ഞാൻ അടിച്ചു മാറ്റും. ഈ റെസിപ്പി ഇതൊന്ന് പഠിച്ചു കഴിയുമ്പോൾ വീട്ടിൽ ചെയ്യാമല്ലോ. അതെ അതെ. ആ, നല്ല റെനോവേറ്റ് കിച്ചണിൽ കുക്ക് ചെയ്യാൻ നല്ലൊരു സുഖം തന്നെ. നിങ്ങളുടെ ഫ്ലാറ്റിൽ നല്ല കിച്ചൺ അല്ലേ? അതെ, നല്ല കിച്ചൺ. എന്തുകൊണ്ട് നമ്മൾ ഇതിൽ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, അവിടെ നീറ്റ്. ആ, ഇവരുടെ കിച്ചണാണ്. ഞാൻ ഹോർലിക്സിന്റെ എൻ്റെ ഒരു ആഡ് ഷൂട്ടിന് ഞാൻ കിച്ചൺ, ഞങ്ങളുടെ കിച്ചൺ റെഡി, ഫുൾ ആയിട്ടില്ല. ചായ റെഡി. അതുകൊണ്ട് ഞാനന്ന് ഇവരുടെ കിച്ചണാണ് അന്ന് എൻ്റെ ഷൂട്ടിന് വേണ്ടി യൂസ് ചെയ്തത്. എനിക്ക് കിച്ചൺ ഷോട്ട് കബോർഡിൽ നിന്ന് സാധനം എടുക്കുന്നതൊക്കെ ഷോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തത് നമ്മുടെ അന്നിവിടെ പണി തീർന്നില്ല. അങ്ങനെ ഞാൻ അന്ന് ഇവരൊന്ന് എവിടെയോ കറങ്ങാൻ പോയിരുന്നു. ഞാൻ ഈസായിട്ട് ഇവർ വീട് ക്ലീൻ ചെയ്യാൻ പോയി. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഇത് എടുത്തു. ദിസ് ഇസ് ജിഞ്ചർ. ജിഞ്ചർ അത്ര. വെളുത്തുള്ളി ഞാൻ അല്ലാതെ കുറച്ച് ഇട്ടിട്ടുണ്ട്. സോ വിൽ ജസ്റ്റ് പുട്ട് ലിറ്റിൽ വെളുത്തുള്ളി പീസ്. ഓക്കെ, മിക്സ് ചെയ്തോ. ക്യാമറ നിന്റെ തല കട്ടാവുന്നു. ഇത് ഇടുമ്പോഴാണ് നല്ല മണം വരുന്നത് അല്ലേ? കുറച്ച് സോട്ട് ചെയ്യണം. ഞാൻ കുക്ക് ചെയ്യാൻ ഉള്ളതുകൊണ്ടാണ് ബേബിയെ പാക്ക് ചെയ്ത് മുകളിലോട്ട് ഇട്ട്. നിന്റെ തലയില്ല. അയ്യോ, ഞാൻ വെള്ളം ചൂടാക്കാൻ പറ്റില്ല. വെള്ളം ചൂടാക്കാനുള്ളത് നല്ല പാത്രം ഉണ്ടാക്കാൻ. മാത്രമല്ലേ? നല്ല പാത്രം, നല്ല ലൈറ്റ് എഫക്റ്റ് കൊള്ളാം. നല്ല ലൈറ്റ് ഇഷ്ടപ്പെട്ടോ? അതെ. ഞാൻ എപ്പോഴും എന്തെങ്കിലും മാർക്കുണ്ട്. എനിക്കിതിൽ ചൂടാക്കണം, വെള്ളം ചൂടാക്കണം. അത് മറന്നു. ഇതിൽ കുറച്ചേക്ക് ഓഫാക്കാം, അല്ലെങ്കിൽ ബ്രൗൺ ആയിരിക്കും. ചായ കുടിച്ചോ? ഞാനപ്പോൾ എന്താ ആ കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള ആ കുട്ടികളിപ്പോൾ ആടിനെ ചെയ്ത കുട്ടികളൊക്കെ ഞാൻ അളക്കാം. ഇതിന്റെ ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആണോ അല്ലേ? അവിടെ കൊണ്ടുവന്നു. അവനിങ്ങനെ സഞ്ചരിക്കണം. ഇവിടെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങോട്ട് വെച്ചത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ റൂമിൽ പോയി, ബാൽക്കണിയിൽ പോയി, അമ്മൂടെ ഇരിപ്പുണ്ടായിരുന്നു, എല്ലാം ഓക്കെ. അവൻ ഇപ്പോഴേ സഞ്ചാരം തുടങ്ങി. ഓസിയെ പോലെ ട്രാവലർ ട്രിപ്സ് ഒക്കെ പോവാം. അപ്പൊ ശരി, ടാറ്റ. വൈകിട്ട് അല്ല, ഇപ്പൊ വരും. ഉണ്ണാൻ വരത്തില്ല. ഓക്കെ, ബൈ. റൈസ് ഇട്ടു. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന കൈമ അരി. ഓരോരുത്തരും ഓരോ റൈസ് യൂസ് ചെയ്യും. ബസ്മതി യൂസ് ചെയ്യാം. ഇത് കൈമ. അത് നല്ല മിക്സ് ആക്കണം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കണം. അത്രേ ഉള്ളൂ. നമ്മളെല്ലാവരും അടുക്കളയിലായതുകൊണ്ട് ബേബിക്ക് പാട്ട് പാടി കൊടുക്കുന്ന അപ്പച്ചിയാണ്. അപ്പച്ചിയുടെ ഫേവറേറ്റ് പാട്ടാണ്. ഇവിടെ നമ്മൾ ആക്ച്വലി പച്ചമുളക് കീറിയാണ് ഇട്ടേക്കുന്നത്.
എന്നുവെച്ചാൽ നമ്മൾ അല്ലാതെ എരിവിന് നമ്മൾ വറ്റൽ മുളകും നമ്മൾ വറ്റൽ പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട് കീറിയിട്ടാൽ മതി അല്ലേ? കീറിയിടാൻ ഞാനാണെങ്കിൽ കീറാതെ ശകലം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടിടുമ്പോൾ ഇവർ കട്ട് ചെയ്ത് തന്നതാണ്. നമുക്കിവിടെ ഹെൽപ്പിനൊക്കെ ആൾക്കാരുള്ളതുകൊണ്ട് നല്ല സൗകര്യം. നല്ലപോലെ സ്പൈസ് ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ കുനുകുനാന്ന് കട്ട് ചെയ്താൽ മതി. ചെറിയ നല്ല ചെറിയ ചെറിയ പീസസ്. എന്തോന്ന് കുനുകുന എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്രത്തോളം ഈ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മീൻസ് ഇടുമ്പോൾ അത്രത്തോളം ആ ഫുഡിന്റെ സ്പൈസിനെസ് കൂടുതലായിരിക്കും. എപ്പോഴും അങ്ങനെയാണ്. അതെ, ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുക. ഓ അവിടെ ആരെങ്കിലും വന്നോ വീഡിയോ നോക്കാം. ഞായറാഴ്ച പുതിയ ടിപ്പാണ് അത്. നമുക്കിനി മസാല പതുക്കെ ഇടാം, എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. സിമി മസാല കടിച്ചെടുത്തുകൊണ്ട് വരും. മുളക് പൊടി, ഗരം മസാല, കുരുമുളക് കുറച്ച് കുരുമുളക് ഇടാം. കാശ്മീരി ആ ഇട്ടോ കുരുമുളക്. കാശ്മീരി ഫോർ ദ കളർ. കാശ്മീരി കാശ്മീരി മുളക് പൊടിക്ക് എപ്പോഴും എരിവ് കാണത്തില്ല, എപ്പോഴും നല്ല കളറായിരിക്കും. കാശ്മീരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഗീ റൈസ് സാമ്പാർ നമ്മളെല്ലാം മസാലയും ഇട്ട് പച്ചമുളക് മാറുന്ന വരെ സോട്ട് ചെയ്യുക. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അന്ന് വയലറ്റ് നൈറ്റ് ഡ്രസ് ഇട്ട് നിങ്ങളുടെ വീഡിയോ ഇല്ല. ഇതാണ് ഞങ്ങളുടെ ഇവിടെ പുതുതായിട്ട് നമുക്ക് വന്നേക്കണം. നമ്മുടെ ഒരു ഹൗസ് ഹെൽപ്പ് സിമി എന്നാണ് പേര്. വെരി നൈസ് ലേഡി. അല്ല ഇത് നമ്മൾ മുളക് പൊടി ഇച്ചിരി കൂടുതലായിരുന്നല്ലോ. സവാള കാണാനില്ലല്ലേ? പച്ചമണം മാറുന്നവരെ നമ്മൾ ചെയ്യണ്ടേ? കുറച്ച് ഞാൻ ചില ദിവസങ്ങളിൽ മസാലയ്ക്ക് മുന്നേ ചിക്കൻ ഇടും. ഇന്ന് ഞാൻ വെച്ചത് മസാല ഇട്ടൊരു ഇച്ചിരി ബ്രൗൺ ആക്കിയിട്ട് ചിക്കൻ ഇടാം. ഓരോ ദിവസം എന്തെങ്കിലും ചെറിയൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺ ചെയ്തിട്ട് ഞാൻ ആക്കും. ആ കുളിപ്പിക്കുന്ന കുട്ടികൾ വരണേ മുന്നേ എനിക്ക് തീർത്തിട്ട് പോകണം. ഇപ്പൊ അശ്വിൻ പഠിച്ചല്ലോ. അല്ല ഇനിയൊന്നുമില്ല, ഇനി ചിക്കൻ ഇടുക, വെള്ളം ഒഴിക്കുക, ബസ്. എത്ര അളവ് അതൊക്കെ നോക്കണ്ടേ? അയ്യോ അവൻ കരയുന്നില്ല കേട്ടോ. ഒന്നും കൂടി ചെന്ന് എടുത്താലോ? ആളുണ്ടോ? ഇച്ചിരി കൂടെ ബ്രൗൺ, ഇച്ചിരി കൂടെ ബ്രൗൺ ആണ്. കുറച്ചൊരു മുടിയൊക്കെ നല്ല വളർന്നു. ഒന്നും ചെയ്യാത്തോണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത്. നേരെ സ്കോമി കുറച്ച് പിന്നെ ഇഷായുടെ കയ്യിലുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നു. ഇപ്പൊ വീണ്ടും അതിൽ കിടത്തി റോക്കറിൽ. അവനിപ്പോ വെയിറ്റ് കൂടി. രാത്രി പാൽ കൊടുക്കുമ്പോൾ എൻ്റെ ഈ കൈ സ്തംഭിച്ചു പോകും കുറച്ച് കഴിയുമ്പോൾ, ഇങ്ങനെ മരവിച്ചു. അവനും ഇതിൽ കിടക്കാൻ വരെ സുഖമുണ്ടോ എന്തോ, മരക്കമ്പ് പോലെയാണ് എൻ്റെ കയ്യിൽ. അവനിപ്പോൾ കുറേ നേരം കൈ പിന്നെ റോക്കറിൽ തന്നെ കൂടുതലും കിടന്നത്. ഹൗ വാസ് ദ ലഞ്ച്? ഇറ്റ് വാസ് ഗ്രേറ്റ്. ഇഷ്ടപ്പെട്ട? നൈസ്, നല്ല കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. മസാല എല്ലാം ഓൺ പോയിന്റ്. സി നിയോം ഓൾസോ അഗ്രീസ്. നിയോം എടാ നിയോമേ ആ ചാച്ചിക്കോ. ആ വിശപ്പായി. ഒരു പാട്ട് പാടിക്കോടെ, ഒരു പാട്ട് പാടാം ഉറക്കട്ടെ. ടിങ് ടോങ് കോവിൽ മണി കിരീടം. You like Haju, but I will sing another one. விழியில் முன் விழியில் வந்து விழுந்தேன் அந்த நொடியில் என் எதிர்காலம் நீதான் என்று உயிர் சொன்னதே. வழியில் முன் வழியில் வந்து நடந்தேன்
பார்த்தேன் அந்த நொடியில் என் வழித்துணை நீதான் என்று நிழல் சொன்னதே. ഇത് ആ പാട്ടിന്റെ ബാക്കിയാണോ? ഇത് വേറെ പാട്ടല്ലേ? ഇത് രണ്ടോ അജിത്തിന്റെയാ, പക്ഷെ വേറെ വേറെ പാട്ടാ. ഞാൻ വിചാരിച്ചു ഇത് മറ്റേ കോയിൽ മണി പാട്ടാന്ന്. കോയിൽ മണി ഇപ്പൊ ഫസ്റ്റ് ഞാൻ പാടിയ പാട്ടും ഒരേ പടമാ. എന്റെ മുതലാളി വിളിക്കണേ, ഞാൻ പോയിട്ട് വരാം. നമ്മുടെ ഡോക്ടർ ദീപിക, അമ്മൂൻ്റെ ക്ലാസ്മേറ്റ്, ബേബിയെ കാണാൻ. നിങ്ങൾ ഒരു ഡിവിഷനിലായിട്ടില്ലേ? എപ്പോഴും ഷഫിളാവും. ബേബിയെ കാണാൻ വന്നതാ. ഷഫ്ലിംഗ് കഴിഞ്ഞപ്പോ A ആയി, പിന്നെ 10th B ആയി, പിന്നെ 11th ഹൗസിയുടെ നൂഡിൽസ് റെഡി. അതെ, ബേബി അവിടെ ഇരിക്കുക കിച്ചൺ സ്ലാബിൽ. ഓസി നൂഡിൽസ് കഴിച്ച കണ്ടപ്പോൾ ഹൻസുവിന് നൂഡിൽസ് കഴിക്കാൻ കൊതിയായി. റംബുട്ടാൻ ഇന്നത്തെ ഹാർവെസ്റ്റ്. ഓക്കെ, ഓസിക്ക് ഇഷ്ടപ്പെട്ട ബ്രൗൺ ഷുഗർ, അതിൽ നാരങ്ങയുള്ള ആക്കുക. എവിടെ വാങ്ങിയത്? ഓൺലൈൻ. എങ്ങനെയുണ്ട് ഗീ റൈസ്? ഒരു രക്ഷയില്ല. ഇപ്പോഴാവാ റൈസ് കുറയ്ക്കണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കും. ചപ്പാത്തി ഒക്കെ ഒരു ഗുണം വെച്ചാൽ എല്ലാം ഒന്ന് തന്നെയാണ് കഴിച്ചാൽ, പക്ഷേ ചപ്പാത്തി നിയന്ത്രണം ഉണ്ടല്ലോ. 3 ചപ്പാത്തി വെച്ചാൽ 3 വട്ടത്തിലുള്ള ചപ്പാത്തിയാണ്. ഇത് റൈസ് എടുത്തിടുമ്പോൾ പെട്ടെന്ന് ഇറക്കാനും പറ്റും, അധികം ചവയ്ക്കണ്ട. അത് കറികളൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിൻ ഇറങ്ങിപ്പോവും. പറയാം, കിണറ്റിൽ വീഴുന്നവരുണ്ട്. അതുകൊണ്ട് നിയന്ത്രണമില്ല റൈസ് കഴിക്കുമ്പോഴേ. എത്ര റൈസ് കഴിച്ചു എന്നോ ഇതൊക്കെ നമ്മൾ പരത്തി നോക്കിയാൽ ചിലപ്പോൾ 6-7 ചപ്പാത്തി കഴിക്കാവുന്നതായിരിക്കും. താൻ ഇപ്പോൾ ഇറക്കി വിട്ടത്. ചപ്പാത്തി ഈസ് ബോറിംഗ്. അല്ല, നല്ല കറികളുണ്ടെങ്കിൽ വളരെ രസമാണ്. അതൊന്നും ചൂടോടൊക്കെ ആണെങ്കിൽ ഡൽഹിയിൽ നമുക്ക് വെള്ളത്തൊക്കെ ചെല്ലുമ്പോൾ റോട്ടിയൊക്കെ ഉണ്ടല്ലോ, എന്ത് രസമോ. അതും തണുപ്പത്തും. ഉച്ചയ്ക്ക് എവിടുന്നാ കഴിച്ചേ? ഒരു കല്യാണത്തിന്. സദ്യ കഴിച്ച? അല്ല, ബിരിയാണിയാണ്. മുസ്ലിം മാരേജ്. ഓ, മട്ടൻ ബിരിയാണി. അതുകൊണ്ട് ഇന്ന് എല്ലാ കണക്കൂട്ടിയും പൊളിഞ്ഞു. ജിമ്മിലൊക്കെ പോയിട്ട് മസിൽ കളിക്കാനാണോ സ്ലീവ്ലെസ് ടീഷർട്ടൊക്കെ ഇട്ടേക്കണേ? കയ്യിലും കാലും മസിലും ഒന്നും കാര്യമില്ലേ, വയറ് കുറയുന്നില്ല. ഭയങ്കര ബോറാണ്. പഴയ വരണം. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ മരത്തിൽ കയറാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് പറഞ്ഞു അത് തിട്ടോണ്ട് പോയതാണ്. മരത്തിൽ കയറുന്ന ഒരു ആംബിയൻസിന് വേണ്ടിയിട്ടതാണോ? മരത്തിൽ കയറിയില്ലേ? ഓ, റംബൂട്ടാൻ കുറേ പഠിച്ചു. തീർന്നോ റംബൂട്ടാൻ? ഓൾമോസ്റ്റ് ഒക്കെ ഈ മരത്തിൽ എല്ലാം തീർന്നു. അപ്പുറത്ത് കുറച്ചുകൂടെ ഉണ്ട്. കിച്ചുവിൻ്റെ മൊബൈലല്ലേ ആ പാട്ട് പാടുന്നത്? ഒരു വീഡിയോ സേവ് ആയപ്പോൾ വന്ന പാട്ടാ. ആണോ? ആ ഇൻഷോട്ട് സേവ് ചെയ്യുമ്പോഴത്തേക്ക് അത് കഴിയുമ്പോൾ ഒരു ആഡ് വരും. നീ തന്നെ ചെയ്യണം. അവസ്ഥയാണ്. അപ്പോൾ ഓക്കെ, എൻജോയ് യുവർ ഡിന്നർ. താങ്ക് യു. ഓക്കെ, ഇന്നത്തെ പിക്ക്. ഞാനും ഡിന്നറിന് ഗീ റൈസും ചിക്കനും തന്നെ കഴിക്കുന്നു. ബേബീസ് ഹാവിങ് സം നൂഡിൽസ്. ഓസി കഴിക്കണം കണ്ടപ്പോൾ ബേബിക്കും കഴിക്കണം തോന്നി. പ്രിറ്റി ഗേൾ.
ഹൻസു ബേബി. കുറെ ബേബി പെപ്പർ. അത് ഓമി ബേബി, ഹൻസു ബേബി, ഇഷാനി ബേബി, ഓസി ബേബി, അമ്മു ബേബി. എൻ്റെ പാരൻസിന് ഞാൻ സിന്ധു ബേബി. They call me Mone and all that. മോനെയാ നീ മോളെ. They don't call me Mole, they call me Mone. Okay. അപ്പോൾ അത്രയൊക്കെ തന്നെ ഈ വീഡിയോ. ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. മൈൻഡിൽ എന്തൊക്കെയാണ് ഉള്ളത്, നമ്മൾ കൊച്ചി പോയപ്പോഴുള്ള കുറച്ച് ഷോർട്സ്, അങ്ങനെ എന്തൊക്കെയോ. ഇന്നത്തെ കുക്കിംഗ്. അശ്വൻ വന്നിട്ട് വെരി ബാഡ്ലി ലേൺ. കുറേ പഠിച്ചു. ക്ലൈമാക്സ് ഒന്നുമില്ല, കുറേ പോയി ഓസിയുടെ ഓഫീസിൽ പോയായിരുന്നു. അപ്പോൾ സീ യു സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. അമ്മും വിഷാനിയൊക്കെ പുറത്ത് പോയി പാർലറിൽ പോയി മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നു. ഓസി ഫുഡൊക്കെ കഴിച്ച് ബേബിയുടെ കൂടെ ജ്യൂസിങ് ഓവർ ദ നൈസ് കോസി ഡേ. ഐ തിങ്ക് ഇറ്റ് വാസ് എ ബിറ്റ് ഗ്ലൂമി ഇൻ ബിറ്റ്വീൻ. മഴയൊന്നും പെയ്തില്ല. നൈസ് ഡേ സൺഡേ. നൈസ് സൺഡേ. So see you all soon in my next vlog. Okay? Take care. Bye. Subscribe ചെയ്തിട്ടില്ലാത്തവർ ഡു സബ്സ്ക്രൈബ്. കുറേ നാളായി വന്നിട്ട് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സാരമല്ല ബേബി, സാരമല്ല. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നാളായി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ ടു ഓൾ ദി അതർ ചാനൽസ് ഇൻ ദ ഹൗസ്. അപ്പോൾ ഓക്കെ, സി യു ഓൾസോ. ഓക്കെ, ബൈ. വിചാരിച്ചോ എന്തെങ്കിലും ഇതിൽ ഏറ്റവും വലുത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നെക്കാട്ടിലും കേറാത്ത ഉടുപ്പുകൾ ഇട്ടോണ്ടിരുന്ന ആളായിരുന്നു. ആശ്വാസം, സമാധാനം. സുന്ദരി പാടി വിളിക്കാൻ പോണം. ഡോക്ടർ അത് കുറച്ച് അഡീഷണൽ ഫുട്ടേജാണ്. അനിതാകൃഷ്ണൻ ടീച്ചറും വൃന്ദയും നന്ദിനിയും എല്ലാവരും കൂടെ ബേബിയെ കാണാൻ വന്നു. ഞാൻ ഹൻസുവിനെ വിളിക്കാൻ കോളേജിൽ പോകും. അത് ഏത് കാറാ? ടീച്ചറിൻ്റെ കാറ്. ബൈ. അപ്പോൾ ആ അഡീഷണൽ ഫുട്ടേജസോട് കൂടി ഈ വ്ളോഗോട് അവസാനിക്കുന്നു. ഓക്കെ, ഇനി അഡീഷണൽ ഫുട്ടേജസ് ഒന്നുമില്ല. ബൈ.